ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറാനുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ അടിയുണ്ട്, അത് നമുക്ക് ഷോക്ക് അപ്സൻ്റെ കംപ്ലയിൻ്റ് ആണ്. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് അടിയുണ്ട്, അതേപോലെ ഇവിടെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നിടത്ത് ഇവിടെ വരുന്ന ഒരു പ്ലേറ്റൊക്കെ ചാടി പോയിട്ടുണ്ട്. ഈ സൈഡിലുണ്ട് ഇതേപോലത്തെ ഒരു പ്ലേറ്റ് ഈ സൈഡിൽ വരും, അത് ഇതിൽ ചാടി പോയേക്കണം. അപ്പോൾ അത് നമുക്ക് പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മൈനർ ചെക്കപ്പ് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് ക്ലിയർ ചെയ്ത് ചെക്ക് ചെയ്യുക. ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. ആകെക്കൂടി നമുക്ക് പറഞ്ഞേക്കണ കേസ് ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെയും ഓയിലിലേക്കും ബാക്കിലത്തെ അടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത്. പക്ഷേ അതിൻ്റെ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഫോർക്ക് പൈപ്പിന് പ്ലേറ്റിങ് കംപ്ലയിൻ്റ് ഉണ്ട്. ഇതിവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ ഭാഗം കണ്ടത് ഈ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ അതിൻ്റെ പ്ലേറ്റിങ് കംപ്ലയിൻ്റാണ്. ആ പ്ലേറ്റിങ് പോയേക്കണോണ്ടാണ് അത്ര ഓയിലിലേക്ക് വന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഓയിലിലേക്ക് ഉണ്ടായിരുന്ന ആ പൈപ്പാണ് അത്രയും പ്രശ്നം കാണിച്ചത്. ഇപ്പുറത്തെ പൈപ്പും നോക്കുമ്പോൾ ഇവിടെ 1-2 കുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലിലേക്ക് 100% മാറണമെന്നുണ്ടെങ്കിൽ 2 പൈപ്പ് മാറ്റാന്നുള്ളൂ. ഈ ഒരു പൈപ്പ് എന്തെങ്കിലും മാറണം. ഇപ്പുറത്തെ പൈപ്പും സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സൈഡ് റെഡിയാക്കി കഴിയുമ്പോൾ പിന്നീട് തൊട്ടടുത്ത് തന്നെ തൊട്ടിപ്പുറത്തെ സൈഡ് ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അഫോർഡബിളാണ്, പറ്റുമെന്നുണ്ടെങ്കിൽ ഈ 2 ഫോർക്ക് പൈപ്പും മാറ്റാം. ഓയിൽ വിത്ത് ഓയിൽ സീൽ കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്കിപ്പോൾ എന്തായാലും മാറാണ്ട് മാറുകയില്ല, എഞ്ചിൻ ഓയിൽ മാറ്റാം. ഈ ഷോക്ക് അപ്സറിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ അടിയിൽ വരുന്ന ബുഷ് പോയേക്കണാണ്. അപ്പോൾ അത് നമുക്ക് ഒരു പഴയ ഷോക്ക് അപ്സറിൽ നിന്ന് ഒരു ബുഷ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. രണ്ടും പോയേക്കാണ്. അത് അത്യാവശ്യം ലോഡ് എനിക്ക് തോന്നുന്നു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ് പ്രശ്നമാണ്. പിന്നെ നമുക്ക് ആ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് അടക്കം ഉൾപ്പെടുത്തിയുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. ഒന്ന് വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം, അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ 2 ഫോർക്ക് പൈപ്പും ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പറയണത്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.